ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കിണ്ണത്തപ്പം തയ്യാറാക്കാം. കിണ്ണത്തപ്പം തയ്യാറാക്കുക എന്നൊക്കെ വെച്ചാൽ നല്ല മെനക്കേടുള്ള ഒരു പണിയാണ്. അപ്പോൾ കുറച്ച് മടിയുള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും, പക്ഷേ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല മടിയായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിണ്ണത്തപ്പമാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ചോറ് വെച്ചിട്ടാണ്. അപ്പോൾ വീട്ടിൽ ബാക്കി ചോറൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇനി കളയണ്ട, ഇതുപോലെ കിണ്ണത്തപ്പം തയ്യാറാക്കി നോക്കാം. മടിയുള്ളവർക്കും കൂടിയാണ് കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ അവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചോറ് വെച്ചിട്ട് കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഞാനിവിടെ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് അരി വെച്ചിട്ടാണോ ചോറ് തയ്യാറാക്കുന്നത് അതെടുക്കാം. മട്ട അരി ആയാലും പൊന്നി അരി ആയാലും റേഷൻ അരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ റേഷൻ അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ്. ഇതിനി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും ഇത് അരച്ചെടുക്കാം. പക്ഷേ കിണ്ണത്തപ്പം എന്നൊക്കെ പറയുമ്പോൾ തേങ്ങാപ്പാൽ വേണം, അതല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചോറിട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അത് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോർ മിക്സ് ഒന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ചോറ് അരച്ചെടുക്കുന്നതെങ്കിൽ കോൺഫ്ലോറിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാം. 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കോൺഫ്ലോർ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചിട്ടാണ് ചോറ് അരച്ചെടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കോൺഫ്ലോറിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ തന്നെ എടുക്കാം. 1/4 കപ്പിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി എല്ലാം ഇതുപോലെ എല്ലായിടത്തും തേങ്ങാപ്പാൽ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. കിണ്ണത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടി കട്ടിയുള്ള പാത്രമോ പാനോ എടുക്കാം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഉരുക്കിയിട്ട് അരിച്ചെടുത്തതാണിത്. 3 കഷ്ണം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, എന്നാലും 3 കഷ്ണം വെള്ളമൊക്കെ മതിയാവും. ഇതിലേക്ക് ചോറ് അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ ബ്രൗൺ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. ഈ സമയം ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പോൾ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കുന്നതാണെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ഇടാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പണി കുറച്ചുകൂടെ എളുപ്പമാകും. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഈ സമയം വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം തന്നെ നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് വേവിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായിട്ട് വന്നാൽ കടലപ്പരിപ്പും കിസ്മിസൊക്കെ ചേർത്താൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും.
ഇതിപ്പോൾ കാണാലോ, സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നുമല്ല, എല്ലാ സൈഡിൽ നിന്നും ഒരുപോലെ നന്നായിട്ട് വിട്ട് വരണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എല്ലാ സൈഡിൽ നിന്നും വിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ സ്പാച്ചുല കറക്കുന്നതിനനുസരിച്ചിട്ട് ഇതും കൂടെ കറങ്ങുന്നുണ്ട്. നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂണിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. പിന്നെ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ നേരത്തെ നെയ്യ് യൂസ് ചെയ്തതിന് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഞാൻ നെയ്യ് ടോട്ടൽ 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. 4-5 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ചൂടൊക്കെ ഉണ്ട്, എന്നാലും ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് 1/2 മണിക്കൂറാണ് എടുത്തത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. എന്തായാലും 1/2 മണിക്കൂറിനുള്ളിൽ കിണ്ണത്തപ്പം റെഡിയായി കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ചോറ് വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കരുത്. നല്ല ടേസ്റ്റാണ്. സാധാരണ കിണ്ണത്തപ്പം ഇല്ലേ, അതിൻ്റെ അതേ ടേസ്റ്റാണ്. പക്ഷേ അതിനേക്കാളും സോഫ്റ്റാണ്. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലൊരു കിണ്ണത്തപ്പാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും ഇത്. അറിയാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ എന്നെ അറിയിക്കുകയും വേണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്